ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എളുപ്പത്തിൽ കുക്കറിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ചിക്കൻ ബിരിയാണി നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സ്പൈസസ് ആയിട്ടുള്ള ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട, പെരുംജീരകം അതെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ടൊമാറ്റോയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് അരച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഒരുമിച്ചാണ് അരച്ചെടുക്കുന്നത്. അതപ്പോൾ നമ്മൾ അരച്ച് മാറ്റി വെച്ചു. ഇനി നമുക്ക് വേണ്ട വെള്ളം നമ്മൾ ആവശ്യത്തിന് 2 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അതുപോലെ നമ്മൾ ഇരട്ടി വെള്ളം എടുത്തിട്ടില്ല. ഞാൻ 1 ഗ്ലാസ് അരിക്ക് 3/4 ഗ്ലാസ് വെള്ളമേ എടുത്തിട്ടുള്ളൂ. ആ ഒരളവിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. അത് നമ്മൾ കുക്കർ വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ബട്ടർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ആഡ് ചെയ്താലും മതി. അതിനുശേഷം ഞാൻ നമ്മുടെ സവാളയും ക്യാപ്സിക്കവും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുവാണ്. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തു, കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പൂടെ ചേർത്ത് കൊടുത്തേ. അപ്പോൾ നമ്മൾ അത് നല്ലതുപോലൊന്ന് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു മണം മാറുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം നമ്മുടെ മസാലകൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, നമ്മുടെ ചിക്കൻ മസാലപ്പൊടി, ഇത്രയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതും ഒന്ന് പച്ചമണം മാറി കഴിയുമ്പോൾ നമ്മുടെ അരി കഴുകിയത് നമ്മളിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരിയുടെ വെള്ളം മൊത്തം ഒന്ന് പോയി അതൊന്ന് അത്യാവശ്യം വറന്ന് വരുന്ന ആ ഒരു പരുവം വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. പക്ഷേ നമ്മുടെ ചിക്കനോട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കനോട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് എല്ലാം കൂടെ യോജിപ്പിച്ച് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് പോകുന്നിടം വരെ, കാരണം നമ്മൾ വെള്ളം അളന്നൊഴിച്ചേക്കുന്നത് കൂടി പോകരുത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങുമല്ലോ. അതൊക്കെ നല്ലതുപോലെ ഒന്ന് നല്ലപോലെ വഴറ്റി വെള്ളമൊക്കെ പോയി കഴിയുമ്പം നമ്മൾ വെള്ളം ചൂടാക്കിയതാണ്, തിളപ്പിച്ച വെള്ളം. ആ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു. കുറച്ച് വാനില എസൻസ്, നമ്മുടെ പൈനാപ്പിൾ എസൻസ്, കുറച്ച് പൈനാപ്പിൾ എസൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1-2 തുള്ളി ഒഴിച്ചാലും മതി. അത് ഒഴിച്ചു കൊടുത്ത് ഒരു നാരങ്ങ നീരൂടെ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഒരു 2 വിസിലിൻ്റെ ആവശ്യമേ ഉള്ളൂ. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇടണോ നിർബന്ധമില്ല, നമുക്ക് ലാസ്റ്റിൽ ഇതെല്ലാം കഴിയുമ്പോൾ ഇട്ട് കൊടുത്താലും മതി. ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തു. അതിൻ്റെ മണമൊക്കെ ഒന്ന് ഇറങ്ങുമല്ലോ. അപ്പോൾ നമ്മൾ 2 വിസിലിൻ്റെ ആവശ്യമേ ഉള്ളൂ. 2 വിസിലടിക്കുമ്പോഴത്തേന് നമ്മുടെ ചിക്കനും വെന്തോളും, ചോറും വെന്തോളും, അരിയും വെന്തോളും, രണ്ടും വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ 2 വിസിലടിച്ചിട്ടുണ്ട്. 2 വിസിലടിച്ച് കഴിയുമ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള ബിരിയാണി എളുപ്പമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, സൂപ്പറായിരിക്കും. നമുക്ക് അധികം സമയനഷ്ടവും ഇല്ല, ഒരുപാട് പണികളുമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് സൂപ്പർ ടേസ്റ്റാണ്. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.